അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അങ്ങനെ എൻ്റെ മോളുണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിയ്യത്ത് വെച്ചതായിരുന്നു ഉംറക്ക് പോവണം എന്നുള്ളത്. അങ്ങനെ ഏകദേശം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3½ വർഷം കഴിഞ്ഞു. അതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല ട്ടോ. ക്കും സമയമുണ്ട് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ നമുക്കത് അവിടെ എത്തിക്കൂടാനൊന്നും പെട്ടെന്നൊന്നും സാധിക്കൂല. നമുക്കതിനൊരു സമയമുണ്ട്. അതേപോലെ തന്നെയാണ് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള സമയമാകുമ്പളേ വരുള്ളൂ. 8 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ പൊന്നുമോളുണ്ടായത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇൻഷാ അല്ലാഹ് റബ്ബ് ഞങ്ങൾക്കൊരു മാലാഖയോ അല്ലെങ്കിൽ ഒരു മോനോ ആരെങ്കിലും ഒന്ന് തരികയാണെങ്കിൽ എന്തായാലും ആ കുഞ്ഞിനെ ഞങ്ങളവിടെ കൊണ്ടുപോകും. അത് കാണിക്കും. അതൊരു നിയ്യത്തായിരുന്നു. അതൊരു സന്തോഷമായിരുന്നു ഞങ്ങളവിടെ ചെല്ലും എന്നുള്ളത്. അങ്ങനെ ആ ദിവസം 3½ വർഷത്തിന് ശേഷം തിരിക്കുകയാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എത്ര പടച്ചോനോട് നന്ദി പറഞ്ഞാലും തീരൂല. കാരണം ഈ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ, തിരിച്ചറിവുകൾ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നൊരു യാത്രയാണ്. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ച അൽ ബയാൻ ട്രാവൽസ് ഗ്രൂപ്പും അതേപോലെ തന്നെ ഇക്കാമ ട്രാവൽസ് ഗ്രൂപ്പും പിന്നെ ഞങ്ങളുടെ തങ്ങളും ഉസ്താദ് ജലീലൊക്കെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു യാത്ര ഇത്രയും നല്ല എന്താ പറയുക അതിനെങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയണില്ല. ഒരുപാട് എത്ര പറഞ്ഞാലും തീരൂല. 10 ദിവസം നീണ്ട ഈ ഒരു യാത്ര അത്രയും ഹൈറായിരുന്നു. അത്രയും അൽഹംദുലില്ലാ പടച്ചോനോട് എത്ര സ്തുതിച്ചാലും മതിയാകൂല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഒരു ഉംറ ചെയ്യണം എന്നുള്ളത്. 23-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. അബുദാബി എയർപോർട്ടിൽ നിന്നായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റാണ്. കഴിയുന്നതും വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് വരാൻ നോക്കുക. പക്ഷേ ഞങ്ങൾ അജ്മാനിൽ നിന്ന് ഏകദേശം ഒരു 2½ മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയി ഞങ്ങൾ അബുദാബി എത്തിയപ്പോൾ. നിർത്തിയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ അവിടെ എത്തിയ പാടെ മദീനയിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദ് ഞങ്ങളെ മദീനയിൽ നിന്ന് കൂട്ടാൻ വന്നു. അങ്ങനെ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് റെസ്റ്റ് എടുക്കാനോ കടന്നുറങ്ങാനോ ഒന്നും അല്ല കേട്ടോ. നേരെ ഞങ്ങൾ ഇഹ്റാം കെട്ടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എന്നാണ് അവിടെ എത്തിയത് അന്ന് തന്നെ നമ്മൾ പോയിട്ട് ഇഹ്റാം കെട്ടും. കൂടുതൽ സമയമൊന്നുമില്ല. നമ്മളിവിടെ ടൂറിന് വന്നതോ അല്ലെങ്കിൽ കളിച്ചിരിക്കാനോ സ്ഥലങ്ങൾ കാണാനോ വേണ്ടി അല്ലാഹു തആലക്ക് വേണ്ടി പരിശുദ്ധമായ ഉംറക്ക് ഇഹ്റാമിനെ കരുതുകയും ഇഹ്റാം കെട്ടുകയും ചെയ്തു. വഴിയിൽ വെച്ച് വല്ല തടസ്സങ്ങളും ഉണ്ടായാൽ അങ്ങനെ ഞങ്ങൾ ഇഹ്റാം കെട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. അതിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. ഒരു സാധാ റൊട്ടിയും പിന്നെ ഷക്ഷൂക്കയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേറെയും 2 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് ഞങ്ങൾക്ക് അതിന് വേണ്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് കേട്ടോ. അങ്ങനെ മക്കത്തെത്തി. ഫസ്റ്റ് എത്തിയ സമയത്ത് ഫോൺ എടുത്തിട്ട് കഅബ ഷരീഫ് കാണുന്നതും ഇതാക്കണ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ എത്രയും വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കഅബ ഷരീഫ്. അതൊന്ന് കാണണം, കൺകുളിർക്കെ കാണണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്കത് ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ്. സന്തോഷം കൊണ്ട് പടച്ചോനെ നമ്മളെ കിബില നമ്മളതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അങ്ങനെ മോളെ എടുത്തുകൊണ്ടാണ് ഞാൻ ത്വവാഫ് ചെയ്യണത്. എൻ്റെ ആദ്യത്തെ ഉംറയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഇതെനിക്കൊരു ഓർമ്മക്കായിട്ടും എനിക്കെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്നിട്ട് ഹറമിൽ വന്ന് ഞങ്ങൾ കഅബ ഷരീഫ് കണ്ടിട്ട് വീണ്ടും റൂമിൽ പോയി. തിരക്ക് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഉസ്താദ് പറഞ്ഞു നമുക്ക് എന്തായാലും അതിൻ്റെ ചുറ്റുപാടും തന്നെ നമുക്ക് ത്വവാഫ് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് അവിടെ തന്നെ ചെയ്യാൻ മേലെ ചെയ്യണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ സയ്യൊക്കെ ചെയ്തു. മോളെടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. സയ്യ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു പരിവായി എന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ അങ്ങനെ വീണ്ടും ഇതാ 2ാമത്തെ ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും ഞാൻ മോളെടുത്തിട്ടാണ് ത്വവാഫ് ചെയ്തത്. പക്ഷേ 2ാമത്തെ ഉംറയിൽ സയ്യ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ വീൽ ചെയറിൻ്റെ സൗകര്യം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് എത്തിക്കൂടാൻ കഴിയുന്നുണ്ടായില്ല. മോള് വലിയ കുട്ടിയാണല്ലോ. അപ്പോൾ ആ മോളെ എടുത്തിട്ട് സയ്യ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീൽ ചെയർ കൊടുത്താൽ മതി. അവരവിടെ അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഉന്താൻ ആളുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം വീൽ ചെയർ എടുത്തിട്ട് ഉന്താം. പക്ഷെ എൻ്റെ ഉമ്മച്ചിക്ക് അതിനും കഴിയൂലായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഒരാളുടെ സഹായത്തോടു കൂടി നമ്മൾ റിയാൽ കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കണത് കേട്ടോ. അങ്ങനെ
നമ്മൾ ഓരോ തവണ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് തൊടാനും അത് മുത്തം വെക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ തിരക്ക് കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൂടാനൊന്നും സാധിക്കൂല. പക്ഷെ എന്നിരുന്നാലും ഒരു ദിവസം ഞാൻ പോയി തൊട്ടു. ഹജറുൽ അസ്വദിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഞാൻ മറിഞ്ഞു വീണു. ആരൊക്കെ കൂടി എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കൺകുളിർക്കെ എന്താ പറയുക, കൺകുളിർക്കല്ല, മനസ്സ് നിറയെ ദാഹം മാറ്റാൻ പറ്റണ അത്രയും സംസം വെള്ളം കുടിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. മറ്റേത് ആരെങ്കിലുമൊക്കെ ഉംറക്ക് പോയി വരുമ്പോൾ ഒരു തുള്ളി സംസം വെള്ളം കിട്ടുമ്പോൾ അത് കൊതിയോടെ കുടിക്കായിരുന്നു. പക്ഷെ ഇപ്പോഴും കൊതി മാറിയിട്ടില്ല. പറ്റുന്നിടത്തോളം കുടിച്ചു. മാഷാ അല്ലാഹ് എൻ്റെ കുഞ്ഞു മുത്ത് ശരിക്കും ഈ വെള്ളം എടുക്കണ കാണുമ്പോൾ ജാഫർ ഖാൻ്റെ വല്യമ്മ ഉണ്ട്, ഞങ്ങൾ പീടുത്തമ്മ എന്നാണ് വിളിക്കൽ. ഉമ്മാൻ്റെ അതേപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഓളാ സമയത്ത്. ആ പേരക്കുട്ടികൾ തന്നെ ഇവളാണ് ശരിക്കും ആ കാട്ടിക്കൂട്ടൽ ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യലുണ്ട്. ഓൾക്കത് ഫീൽ ചെയ്യാൻ ഞങ്ങൾ നാട്ടിലില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഹറമിൽ പോവും. അവിടെ പോയി നിസ്കരിക്കും. അതേപോലെ തന്നെ അവിടെ പോയിരിക്കും. നമുക്കതിങ്ങനെ ആ ഒരു കഅബ കാണുന്ന സമയത്ത് എന്തോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ആൾക്കാർ ദുആ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്, അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ജോലി ശരിയാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളോട് ഒരുപാട് ദുആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ആ സമയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ റിസൾട്ടും കാര്യങ്ങളും അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പടച്ച റബ്ബിനോട് എത്ര നന്ദി പറഞ്ഞ പോലും തീരൂല. നമ്മളൊക്കെ എത്രയേ സുഖത്തിലാണ്. നമ്മൾ മുത്തുനബിയൊക്കെ അനുഭവിച്ചത് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയേ സുഖത്തിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ക്ലോക്ക് ടവർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മോൾക്ക് ഡയപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, അങ്ങനത്തെയൊക്കെ സൗകര്യം വേണമെങ്കിൽ ഗ്രോസറികളിലൊന്നും വലിയ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഈ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്യാരിഫോറും അതേപോലെ തന്നെ പാണ്ട ഹൈപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക, സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല. പക്ഷേ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഞങ്ങളെ തങ്ങളൊക്കെ ഒരു സംഭവമാട്ടോ. രാവിലെ സുബഹീൻ്റെ മുന്നേ തന്നെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൊട്ടി നീപ്പിക്കും, നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കും. നല്ലൊരു ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഞങ്ങളിതാ ബസ്സിൽ അടുത്ത ഒരു സിയാറത്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ പോണ സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, നമുക്ക് ഓരോ സലാത്തും ദിക്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ ചൊല്ലിത്തരും. അത് നമ്മളിങ്ങനെ ഏറ്റു പറയുക. അപ്പം തന്നെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു പൂർണ്ണത കിട്ടും അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഹാലിലായിരിക്കും, അല്ലെങ്കിൽ ഫോണുമ്പോൾ കളിക്കാനുള്ള ആ ഒരു ത്വര ഉണ്ടാവും. ശരിക്കും ഞാൻ ഈ 10 ദിവസം ഞാൻ ഫോണേ തൊട്ടിട്ടില്ല. വല്ലപ്പോഴും ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടും. ഇതാണ് നമ്മളെ തങ്ങൾ കേട്ടോ. തങ്ങൾ മാഷാ അല്ലാഹ്, തങ്ങൾക്ക് എന്നും മനസ്സിൽ ഞങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവും. ഒരുപാട് നല്ലൊരു നല്ലൊരു മനുഷ്യൻ തന്നെ പറയാം. അദ്ദേഹം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനും രാവും പകലും ഇല്ലാതെ അദ്ദേഹം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഈ കാണുന്ന മലേൻ്റെ അടുക്കാണ് പോയത്. നമ്മൾ കണ്ട ജബലുന്നൂർ അതേപോലെ തന്നെ ഒരുപാട് മലകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓർത്തിച്ച് ഏതാന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇനി 1, 2, 3 വട്ടം പോയാലുള്ള നമുക്ക് ഏതാന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ തെറ്റായിട്ട് എന്തെങ്കിലും ഇവിടെ പറയുകയാണെങ്കിൽ അത് നല്ലതല്ല. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഏതാ മല എന്താണെന്നൊന്നും പറയണില്ല. ഉസ്താദ് നമുക്ക് തങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതാ മൈക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മലകൾ കയറി 3 ദിവസം അത് പോയി താമസിച്ചു. 3 ദിവസം താമസിച്ചില്ല. ശരിക്കും എനിക്ക് എല്ലാതും ഒരു നോട്ട് പാഡിൽ എഴുതി എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയൊരു സാഹചര്യം ഇരുന്നില്ല. സൂയിനെ എടുക്കുക തന്നെ വേണ്ടിയിരുന്നു. അവൾ കുറച്ചേ നടക്കുകയുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഫുള്ളായിട്ട് എടുക്കുമായിരുന്നു. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ കുടകൾ വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ ആ പോകുന്ന വഴിവക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരുണ്ട്. അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ശ്രമിക്കുക. എന്തെങ്കിലും ചെറുത് ഒരു 2 റിയാലിനോ 5 റിയാലിനോ എന്തെങ്കിലും നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം അവർ നമ്മൾ കച്ചവടം പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുത് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. അത് അവർക്കൊരു ഉപകാരമായിരിക്കും എന്താണെങ്കിലും. അങ്ങനെ പോകുന്ന വഴിവക്കിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരുപാട് ജ്യൂസായിട്ടും അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ടോയ്സായിട്ടും തൊപ്പി, അബായ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അങ്ങനെ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ആ ഒരു മഞ്ഞ ടാഗ് ഉണ്ടാവുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റണത്. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് തങ്ങൾ ഇടക്കിടക്ക് നോക്കും കേട്ടോ, കൺഫേം ചെയ്യും. ആളെപ്പോഴും ഉണ്ണും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളൊപ്പം പോകുന്ന ആണുങ്ങളാണെങ്കിലും എല്ലാവരും നമ്മൾ ആങ്ങളമാരും തന്നെ പറയണം, ഓല് അത്രയും കെയറിങ് ആയിരുന്നു, ഞങ്ങളെ ഒരുപാട് നോക്കി. അതേപോലെ തന്നെ ഞങ്ങൾ കൂടെ ഉണ്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മാഷാ അല്ലാ, ഞാൻ ഇത്രയും നല്ല മനുഷ്യന്മാർ കൂടെ എന്താ പറയുക, ഈ ഒരു 10 ദിവസം എനിക്ക് ചിലവഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും പോരാ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ നല്ല വെയിലാണ്. അങ്ങനെ ദാ ഇവിടെയും വീൽ ചെയറിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങൾ കാണുകയാണ്. ഒരു ലക്ഷത്തിൽ മുകളിൽ സഹാബത്തുൽ കിറാമിനെ മുൻനിർത്തി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള നിഖില മേഖലകളെ കുറിച്ച് ഒറ്റ പ്രസംഗത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. മനസ്സിലായോ? എങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യന്? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊല്ലാൻ പാടുണ്ടോ? പാടില്ല, ഹറാമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് അസൂയ വെക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പുറത്തെ വീട്ടിന്റെ കൊട്ടാരം കാണുമ്പോൾ നീ എന്താ കണ്ട? അസൂയ വെച്ചിട്ട് കാര്യമില്ല. എനിക്കല്ലാഹു ദോഷങ്ങളൊക്കെ നീ പുറത്തു തന്നെ റബ്ബേ. കണ്ണുകളൊക്കെ നീ ശുദ്ധിയാക്കണേ റബ്ബേ. ഏതൊരു പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് പോയാലും അവിടെ ഞങ്ങൾ കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളും ഉസ്താദ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നെഞ്ചൊക്കെ ഇങ്ങനെ പെടഞ്ഞു പോവുകയാണ്. പടച്ചോനെ, നമ്മളൊക്കെ എത്ര സന്തോഷത്തിലാണല്ലേ. അതിന് നമുക്ക് റബ്ബിനോട് എത്ര നന്ദി പറഞ്ഞിട്ടും തീരൂല. ഇത്രയും ആണുങ്ങൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കുറച്ച് ആൾക്കാരും ബസ്സിൽ കുറച്ച് ആൾക്കാരും അങ്ങനെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ അവരെല്ലാവരും ഞങ്ങളെല്ലാവരും അവിടുന്ന് ദുആ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഐസ്ക്രീമും അതേപോലെ തന്നെ ഓരോരുത്തരും ഓരോന്നും വാങ്ങി തരികയാണ്. പടച്ചോൻ അവർക്കൊക്കെ ഹൈറും ബർക്കത്തും റഹ്മത്തും കൊടുക്കട്ടെ നാഥ. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മളൊക്കെ എന്താ പറയുക, വെയിൽ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ശരിക്കും എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതും നമ്മളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, ചേരിനായിട്ടും അങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ പിന്നെ ഇതാ ഇനി ബസ്സിലും കണ്ടോ, നമ്മൾ വിശപ്പ് നമുക്ക് അറിയൂല സത്യം പറഞ്ഞാൽ. അത്രയും ഓരോരുത്തരും ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ചേരുവകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹജ്ജ് ചെയ്യണ അതിൻ്റെ പുണ്യകർമ്മങ്ങൾ നടക്കണ ഓരോ സ്ഥലങ്ങളാണ്. മിനായിലിൻ്റെ പോകുന്ന ഭാഗങ്ങൾ, അതേപോലെ തന്നെ രാപ്പാർക്കണ സ്ഥലങ്ങൾ. റബ്ബേ, എനിക്കത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കെൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി സത്യമായിട്ടും. ആ ഒരു നമ്മൾ ഒരു 2-3 ദിവസം അല്ലേ നമുക്ക് ആ ഒരു ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണത്. ഇത്രയും വർഷങ്ങളും മാസങ്ങളാണ് മുത്തുനബിയും സ്വഹാബത്തുകളും നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരുപാട് ഇതൊക്കെ ഹാജിമാർ ഇത്ര 20 ലക്ഷത്തിലധികം ഹാജിമാർ നടക്കുന്ന ഒരു പാതയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചോന് നമുക്കെല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ അല്ലേ. ഇൻഷാ അല്ലാ എല്ലാവർക്കും കിട്ടും. നിങ്ങളതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുക, ഒരുപാട് നിങ്ങളതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഉസ്താദ് ഇവിടുത്തെ ഓരോ ചരിത്രങ്ങൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കിട്ടണ പൈസകൾ ഒരുക്കൂട്ടി വെച്ചിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഉംറക്ക് പോവുക. നല്ല ഇതേപോലെ UAE പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അൽബയാൻ ഗ്രൂപ്പോ ഇക്കാമ ഗ്രൂപ്പോ അങ്ങനെ ഒരുപാട് ഞാനിവിടെ താഴത്ത് നിങ്ങൾക്ക് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ അന്വേഷിക്കുക. അപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സൊക്കെ ഇങ്ങനെ കടന്ന് പെടയാണ്. അപ്പോൾ ഇതൊക്കെ ഹജ്ജിൻ്റെ സമയത്ത് തുറക്കണ പള്ളികളാണ് കേട്ടോ. ഈ ഭാഗങ്ങളൊന്നും ഇപ്പം അവർ തുറക്കൂല. എല്ലാം ഹജ്ജ് എപ്പോഴാണോ ഓപ്പൺ ആവണത് ആ സമയത്ത് ഇവരെല്ലാം ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ. ശരിക്കിനും ഈ ടെൻറ്റിലാണ് നമ്മളെ ഹാജിമാരൊക്കെ വന്ന് താമസിക്കുക. അപ്പോൾ ഉംറ ചെയ്യാൻ വന്നപ്പോഴേ എനിക്ക് കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഉംറ ചെയ്തപ്പോൾ തന്നെ പടച്ചോനെ നമുക്ക് തന്നെ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഫസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ആയിട്ടാണ് തോന്നുക. അപ്പോൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബുദ്ധിമുട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. നമ്മൾ ബുദ്ധിമുട്ടണം. കാരണം നമ്മളെ
മുത്തുനബിയൊക്കെ ബുദ്ധിമുട്ടിയത് ആലോചിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 0 ഒരു എത്ര പറയാ ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. വളരെ ചെറുതേ നമ്മളൊക്കെ അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഇത്രയും 20 ലക്ഷത്തിലധികം ആൾക്കാർക്ക് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തതാണ് കേട്ടോ. അത്രയും എന്താ കാണാൻ തന്നെ മാഷാ അല്ലാഹ് എന്ത് രസാണെന്നറിയോ. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് ചെന്ന് കണ്ട് ശരിക്കും അതൊക്കെ അതിൻ്റെ ആ ഒരു അനുഭൂതി നിങ്ങൾ അനുഭവിച്ചറിയണം. അപ്പോൾ ഞാൻ ഈ പറയണ മാതിരിയൊന്നുമല്ല. ഇതൊക്കെ നേരിട്ട് ഇത് ഞാൻ ബസ്സിൽ നിന്ന് എടുത്ത ഓരോ ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരിട്ട് പോവുക, എന്നിട്ട് അറിയിക്കുക. എൻ്റെ ഈ വ്ളോഗ് കഴിഞ്ഞ ഉടനെ നിങ്ങളെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹ് കബൂലാക്കട്ടെ. എല്ലാവർക്കും അല്ലാഹ് അതിനുള്ളൊരു സൗകര്യം ചെയ്തു തരട്ടെ. അതിനുള്ള അർഹമായ എല്ലാവർക്കും അതിനുള്ളൊരു സാമ്പത്തിക ശേഷി പടച്ചോൻ തരട്ടെ. എന്തായാലും തരും. അങ്ങനെ അടുത്ത ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് പോയത്. ജൗഹറ അങ്ങനെ എന്തോണ് ഈ പള്ളീൻ്റെ പേരിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ പള്ളിയിലാണ് നമ്മൾ അടുത്ത ഇഹ്റാം കെട്ടുന്നത്. തിരക്ക് എന്ന് പറഞ്ഞാൽ പോരാ, എല്ലായിടത്തും തിരക്ക് തന്നെയാണ്. ഭയങ്കര തിരക്കാണ്. സൂയൊക്കെ ആകെ ക്ഷീണിച്ചത് കണ്ടോ. അപ്പോൾ ക്ഷീണമൊന്നും അല്ല ഇവിടെ മെയിനായിട്ട്. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അത് പടച്ചോനെ നമ്മൾക്ക് സ്വീകരിക്കണം. നമ്മൾ ചെയ്യണത് ഹൈറായിരിക്കണം. അതിലൊരു തെറ്റും കൂടാതെ അത് നമുക്ക് പൂർത്തീകരിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇഹ്റാം കെട്ടി ഞങ്ങൾ അവിടുന്ന് നേരെ പോരുകയാണ്. എന്നിട്ട് എല്ലാവരും നേരെ റൂമിൽ പോയിട്ട് എന്താ പറയുക ബാത്റൂമിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കുട്ടികൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ആൾക്കാരോടൊക്കെ വേഗം കൊടുത്ത് വരാൻ പറഞ്ഞു. ഉസ്താദ് നമുക്ക് സമയം തരും കേട്ടോ, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരണം. ആ ടൈം ആകുമ്പോഴത്തേക്കും താഴത്തെ എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കും. പിന്നെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. പിന്നെ ഫുഡാണെങ്കിലും ഫുഡിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ഇവരുടെ അവൈലബിൾ ആണ്. പിന്നെ ഈ പോണ പോക്കിലൊക്കെ നമുക്ക് തങ്ങൾ ഓരോ ദിക്റും സലാത്തും കാര്യങ്ങളും ചരിത്രങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഉംറയും കഴിഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാനും മോളും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പ്രാവുകൾക്കൊക്കെ ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു. ഹറമിലേക്ക് വരുന്നതാണ്. പിന്നെ സൂയിക്ക് ആകെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പക്ഷികളെ കൂടെ കളിക്കുക, അതിറ്റുകളെ ആട്ടുക, അതൊക്കെയാണ്. അവർക്ക് ചെറിയ കുട്ടികളല്ലേ, അവർക്കിപ്പോൾ നമ്മളെ പോലെ ഇങ്ങനെ എല്ലാം സഹിക്കാൻ കഴിയൂലല്ലോ. എന്നാലും അവളൊക്കെ മാക്സിമം എന്താ പറയുക, എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ കുറേ നടത്തിച്ചിട്ടുണ്ട് കേട്ടോ അതിനെ. പക്ഷെ എന്നാലും എൻ്റെ കുട്ടി ഒരുപാട് എൻ്റെ കുട്ടി മാത്രമല്ല എല്ലാ കുട്ടികളും ഒരുപാട് എന്താ പറയുക ആ ഒരു ദിവസങ്ങളിൽ ഒരുപാട് സന്തോഷത്തിലും ഒരുപാട് കൂട്ടുകാരും. പിന്നെ കുട്ടികളോട്ട് പോകുമ്പോൾ അവർക്കുള്ള ഭക്ഷണം എവിടുന്നാണ് കിട്ടുന്നത് എന്നറിയില്ല. നമ്മളവിടെ പോയി വരുമ്പോഴത്തേക്ക് അവരുടെ കൈ നിറച്ച് സ്വീറ്റ്സും കണ്ണിക്കണ്ട സംഭവങ്ങളൊക്കെ അല്ലെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് അടുത്ത സിയാറത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ വെറുതെ നിൽക്കണില്ല കേട്ടോ. പിന്നെ ഇവർ പോകുന്ന ഒരു ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ കാലിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. മോളെടുത്തിട്ട് നമ്മൾ ഈ ത്വാഫും സയ്യൊക്കെ ചെയ്യണ സമയത്ത് നന്നായിട്ട് പെയിൻ വന്നു എനിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് എന്താണ് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ഇരുന്നു. ആ ഒരു ദിവസം എനിക്ക് നഷ്ടമായി എന്ന് തന്നെ പറയാം. ഇൻഷാ അല്ലാ അതെന്തായാലും ഇനി ഞാൻ ജാഫർഖാൻ്റെ കൂടെയാണ് പോകാൻ വിചാരിക്കുന്നത്. പടച്ചോൻ അതിനെ തൗഫീക്ക് ചെയ്യട്ടെ. എന്തായാലും പോകണം. പോയിട്ട് ഇൻഷാ അല്ലാ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇപ്പോൾ റമദാൻ ബാച്ചിൽ ഞങ്ങളൊരു നല്ലൊരു അടിപൊളി ഓഫർ ഇട്ടിട്ടുണ്ട് FWF ടീമിൽ. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് ബാക്കി വീഡിയോ കൂടി കാണാം കേട്ടോ. അസ്സലാമലൈക്കും മുത്തുമണികളെ, ഇവിടെ ഓഫർ ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ റമദാൻ ചലഞ്ചിന്റെ. അപ്പോൾ ഈ ഒരു റമദാൻ ചലഞ്ചിന് എന്താണ് എന്നല്ലേ, 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് 30 ഡേയ്സ് നല്ല സ്പെഷ്യൽ ഫോളോ അപ്പും കൂടിയാണ് ഞങ്ങൾ തരുന്നത്. കൂടാതെ നല്ല അടിപൊളി റെസിപ്പീസും കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു മന്ത് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട ഒരു മാസമാണ്. സോ ആ സമയത്ത് ഞങ്ങൾ എങ്ങനെ ഈ ഡയറ്റും വർക്കൗട്ടും ഫോളോ അപ്പ് ചെയ്യുന്നുള്ള ഒരു വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് ആണ് അല്ലേ. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7 ലൈവ് സെഷനാണ് വെറും 1500 രൂപൻ്റെ പ്ലാനിൽ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, 1500 രൂപ എനിക്ക് അടക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി 1000ൻ്റെ ഒരു പ്ലാനും കൂടെ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് പ്ലാനാണോ താല്പര്യം ആ പ്ലാനിൽ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. 101 കിലോന്ന് ഏകദേശം ഞാൻ കുറച്ച് 70 kgയിലേക്ക് എത്തിയിട്ട് ഇന്നത്തേക്ക് ഒരു വർഷത്തിൻ്റെ മേലായിരിക്കുകയാണ് മാഷാ അല്ലാ. സോ ആ ഒരു വെയിറ്റ് ഇന്നും ഞാനിതാ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. കഴിഞ്ഞ റമദാനും ഞാൻ ഈ ഒരു സെയിം വെയിറ്റ് തന്നെയായിരുന്നു, ഇപ്പോഴും ഞാൻ ഈ വെയിറ്റ് തന്നെയാണ് മാഷാ അല്ലാ അൽഹംദുലില്ലാ. അതേപോലെ തന്നെ നിങ്ങൾക്കും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഞങ്ങളെ കൂടെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് കുറക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ടീം FWF. ന്യൂ ഇയറിന് വെയിറ്റ് ലോസ് ചെയ്ത് ചലഞ്ച് ചെയ്ത 1 lakh ക്യാഷ് പ്രൈസ് ഞങ്ങളിത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങളുടെ ഊഴമാണ്. സോ റമദാൻ ബാച്ചിൽ വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യുക. 7 ലൈവ് സെഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
അത്താഴത്തിന് എണീക്കുന്നതിന് മുമ്പേ പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ ഒരു അടിപൊളി ലൈവ് സെഷൻ കൊടുക്കുന്നുണ്ട്. സോ അതൊരു അടിപൊളി മോട്ടിവേഷനോട് കൂടിയായിരിക്കും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇൻഷാ അല്ലാ. സോ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഇപ്രാവശ്യത്തെ പെരുന്നാൾ അടിച്ചു പൊളിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു അടിപൊളി ഡ്രസ്സ് നമുക്ക് ഇടണം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് വന്ന് ജോയിൻ ചെയ്യുക ടീം FWFന്റെ കൂടെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇഷാവും കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഹറമെന്ന് വരും കേട്ടോ. വരുന്ന വഴിക്ക് നിങ്ങൾ വിചാരിക്കും ഡയറ്റൊന്നും ഉണ്ടായില്ലേ? എന്ത് ഡയറ്റ്? 10 ദിവസം മാഷാ അല്ലാ ഞാൻ എന്തെല്ലാം കഴിച്ച് കൂട്ടിയിരിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയും ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഡെസേർട്ടുകൾ, സൗദീൻ്റെ എല്ലാ തരത്തിലുള്ള ഫുഡും കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഒരുപാട് സംഭവങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തത് നമ്മൾ പോണത് ജബലുന്നൂറാണ്. നമ്മുടെ മുത്തുനബി ഇരുന്ന ഹിറാ ഗുഹയിലേക്കാണ് പോണത്. അപ്പോൾ ആദ്യമേ എന്നോട് ഉമ്മച്ചി പറഞ്ഞു മോളെയും കൊണ്ട് ഈ കയറണ്ട, ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ എന്തോ പഠിച്ചോന് എനിക്കവിടെ ഞാൻ കാണണം, അല്ലെങ്കിൽ എനിക്കതവിടെ എത്തിക്കണം എന്നുള്ളത് റബ്ബിൻ്റെ ഒരു തീരുമാനമാണെന്ന് തന്നെയാണ് പറയാം. കാരണം ബാക്കി നിങ്ങൾ ഉസ്താദ് പറയണേ കേട്ടോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധിക സമയങ്ങളിലും ഈ ഹിറാ ഗുഹയിൽ താമസിക്കും. അവിടെ നിന്ന് താമസിക്കുമ്പോൾ നേരിട്ട് കാബ ഷരീഫിനെ കാണാൻ പറ്റും. ഡോക്ടറെ അവിടെ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾ കേട്ട ചരിത്രമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്ന ഇടയിൽ. അങ്ങനെ ബിസ്മി ചൊല്ലി കയറാൻ തുടങ്ങി. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എന്നാൽ ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് കയറാൻ തുടങ്ങിയത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ചത് ഉംറയും ത്വാഫും സയ്യൊക്കെ ചെയ്യുന്ന സമയത്ത് സൂയി എപ്പോഴും ഇതിൻ്റെ ഒക്കെ തന്നെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അതേപോലത്തെ പണിയോൾ എനിക്ക് തരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ ത്വാഫ് ചെയ്യുന്ന സമയത്തൊക്കെ മോളെ താഴ്ത്തിറക്കിയാൽ നമുക്ക് പിന്നെ മോളെ കാണാൻ പോലും കിട്ടൂല, അത്രയും തിരക്കാണല്ലോ, എടുക്കുന്നതിന് വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മാഷാ അല്ലാ കയറുകയാണ്. കയറുന്നതിൻ്റെ ഇടയിൽ ഉമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി കയറുന്നില്ല, എനിക്ക് പറ്റണില്ല. കാരണം ഓൾറെഡി ഉമ്മച്ചി കയറിയതാണ്, കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഉമ്മ കയറിയതാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരു ഉമ്മക്ക് പനിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മച്ചി അങ്ങനെ അവിടെ താഴ്ത്തിയിരുന്നു. പക്ഷെ മാഷാ അല്ലാ എൻ്റെ സൂഹി ഉണ്ടല്ലോ, അതുവരെ ഒരാളുടെ സഹായം ഇല്ലാതെ അത്രയും ദൂരം എൻ്റെ മോള് കയറിയിട്ടോ. ഭയങ്കര സന്തോഷം എനിക്കതിൽ. പിന്നെ ഇതൊന്നുമല്ല, ആ മക്കത്തുനിന്ന് ഈ ഹിറാ ഗുഹയിലേക്ക് ഡെയിലി നമ്മളെ മുത്തുനബിക്ക് ഭക്ഷണം എത്തിച്ചേരുന്ന നമ്മുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ മാഷാ അല്ലാ ശരിക്കും അത്ഭുതം തോന്നി. അത്ഭുതത്തിന് പുറമെ ശരിക്കും നെഞ്ച് പിടക്കുകയാണ് ചെയ്യണത്. കാരണം നമ്മളിവിടെ പോയി ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ആ ഒരു ഭാഗത്തുനിന്ന്, അതായത് ആ ഒരു മക്കത്തുനിന്ന് ഇത്രയും ദൂരം, അന്ന് ഈ പറഞ്ഞ മാതിരി നമുക്ക് വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു മല, കാട് അങ്ങനെയൊക്കെ പിടിച്ചൊരു സ്ഥലമായിരിക്കും. അങ്ങനത്തെ ഒരു കല്ലിടുമ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കൂടിയാണ് രാവിലെയും, അത് രാവിലെ രാത്രിയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല, 2 നേരം ഭക്ഷണം എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്തായാലും അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷം. Zoe tired? Zoe tired? But Zoe walk, okay? Okay. Wait, no. That is a pikaka. Don't take. Come. Zoe. Where are we going? Jabal Nur. Say. Jabal Nur. Say, I will walk. I'm good girl. Say Allahu Akbar. Say Allahu Akbar. അങ്ങനെ ഞാൻ സൂഹി നടന്ന് അതിൻ്റെ മേലെത്താനായി. മാഷാ അല്ലാ എൻ്റെ കുട്ടി ഇത്ര നടന്ന് അല്ലേ? മാഷാ അല്ലാ അങ്ങനെ അവിടെ ഞങ്ങളെത്തി. ആ കാണുന്നതാണ് കേട്ടോ ഹിറാ ഗുഹ. ഭയങ്കര തിരക്കാണ് ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മേലെ നിന്നിട്ട് നമുക്ക് നോക്കിയാൽ കാണുന്നൊരു തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം സൂയി ആണെങ്കിൽ ഒരാളടുത്ത് നിൽക്കില്ല. പിന്നെ അവിടെ താഴത്ത് പോയി വരുമ്പോഴത്തേന് എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ജാഫർഖാനെ കൂട്ടി പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പോവാം കേട്ടോ.
അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കഴിഞ്ഞു. ആ ഭാഗം കഴിഞ്ഞ് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഉസ്താദ് പറഞ്ഞു നമുക്കിനി ദുആ ചെയ്യാം, നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഏത് പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് പോയാലും എല്ലാവരും ഇരുന്ന് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ദുആ ചെയ്യും. അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യട്ടോ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين مولاي صل وسلم دائما أبدا على حبيبك خير الخلق الحمد لله منشئ الخلق من عدم. അങ്ങനെ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി റൂമിലൊക്കെ എത്തി. പിന്നെ രാവിലെ ഉറങ്ങി എണീച്ച് വീണ്ടും ഞങ്ങളിതാ ഹറമിലേക്ക് പോവുകയാണ്. ഇന്ന് മുഖത്ത് ഒരു സങ്കടപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിരിക്കണം, എടുത്ത് പറയണം. വാസ്ലീൻ പോലത്തെ നമ്മളൊരു സംഭവമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കാരണം അത്രയും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ചുണ്ടൊക്കെ. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണ്ട, അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയാൻ കാരണം കേട്ടോ. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. മുഖം കണ്ടാലും അറിയാം, ഇന്ന് ഞങ്ങളെ മക്കത്തെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് എടുക്കണ ദിവസമായിരുന്നു, മിറാജിൻ്റെ നോമ്പിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു മിറാജ് നോമ്പ് എവിടെ നിന്നാണോ എടുക്കേണ്ടത്, അത് എവിടെ നിന്നാണോ ഇറങ്ങിയത്, ആ ഒരു ദിവസം എന്നാണോ ഉണ്ടായത്, ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ഹിറാ ഗുഹൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ പറ്റി. അതിന് തങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈത്തപ്പഴം ഞങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യാണ്. അതേപോലെ തന്നെ എല്ലാവരുടെ കയ്യിലുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോമ്പ് എടുത്തിട്ട് തന്നെ തവാഫും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉംറയല്ലേ ചെയ്തത്, തവാഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ മോളൊക്കെ അവിടെ ഉറങ്ങി. നമ്മൾ എല്ലാവർക്കും ഈത്തപ്പഴം കോരി വെച്ച് ലാസ്റ്റ് ഞങ്ങൾ ഈത്തപ്പഴമൊക്കെ കഴിച്ച് അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് അത്ര ഒരു വലിയൊരു സുഖം കിട്ടിയില്ല, കുറച്ച് ഉപ്പ് കൂടുതലായിപ്പോയി. പിന്നെ ഞാനും വെച്ച് അങ്ങനെ നടന്ന് റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് കുറച്ച് നടക്കാൻ ദൂരം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വരുമ്പോൾ എന്തായാലും ഹറമിൻ്റെ അടുത്ത് തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഇനി എടുക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ പിന്നെയും റൂമിൽ പോയിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ദിവസമില്ല, ആകെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. വീണ്ടും ഞങ്ങളിതാ ഹറമിൽ പോയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ വരെ അവിടെ ഇരുന്നു വിടവാങ്ങൽ തവാഫും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതാ മദീനത്തേക്ക് യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിലാണ് മദീനത്തേക്ക് പോണത്. മാഷാ അല്ലാഹ്, ഒരു മക്കത്തുനിന്ന് വിട്ട് പോരുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു എത്ര പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയതെന്ന് അറിയണില്ല. അങ്ങനെ ഞങ്ങൾ ബദരീങ്ങൾ അവിടെ എത്തി. പഠിച്ചോനെ എന്താ പറയുക, അവിടുത്തെ ഓരോ ചരിത്രങ്ങളും എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുകയാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടി സഹിച്ച ആളുകളാണ് അവരൊക്കെ, അല്ലേ? നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ആളുകളാണ്. ഈ മലനെ കുറിച്ചിട്ടും ഒരു ചരിത്രമുണ്ട്. എത്രയും മലക്കുകൾ ഇറങ്ങിയൊരു മലായിക്കത്തീങ്ങൾ ഇറങ്ങിയൊരു മലയാണ് ഈ മലനെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊന്നും മനസ്സിലങ്ങോട്ട് ഇരിക്കണില്ല, അത്രയും കാര്യങ്ങളാണ്. നമ്മളൊരു 1-2-3 വട്ടം പോകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ മാഷാ അല്ലാഹ് ഞങ്ങൾ അവിടെ ഇറങ്ങി ആ ഒരു മണ്ണിലൊക്കെ കാലൊക്കെ തൊട്ട് അത്രയും കാര്യങ്ങളൊക്കെ കണ്ട്. പിന്നെ ഓരോ പള്ളികളിലും ഓരോ ചരിത്രങ്ങളാണ് കേട്ടോ. ചരിത്രം പറയാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കിത് അവസാനിക്കൂല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉംറക്ക് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്താ മദീനത്ത് എത്തിക്കുകയാണ്, നമ്മളെ മുത്ത് നബിൻ്റെ ചാരത്തെത്തിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച, ഞാനല്ല നിങ്ങളും എല്ലാവരും ഒരുപാട് കാലം ആഗ്രഹിച്ച ഭയങ്കര തണുപ്പായിരുന്നു മദീനത്ത് എന്ന് പറയാൻ. ഭയങ്കര തണുപ്പ്, ഏകദേശം ഒരു 10-9 ആയിരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുത്ത് നബിയോട് സലാം പറയാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നബിനോട് സലാം പറയണം. അങ്ങനെ ഇതൊക്കെ ശരിക്കും ഫോട്ടോകളിലും വീഡിയോകളിലും കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഞങ്ങളിതാ റൗള ഷെരീഫിൻ്റെ അവിടേക്ക് എത്തിക്കുകയാണ്. നമുക്കുള്ളിലേക്ക് കയറാൻ കഴിയൂല കേട്ടോ, അതിന് നമ്മൾ ന്യൂസ് ക്യാപ്പ് കൂടെ നമുക്ക് എടുക്കണം. അപ്പോൾ ഞങ്ങളെ ദിവസം എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റത്തെ ദിവസമായിരുന്നു. അങ്ങനെ ആ ഒരു പച്ചക്കുബ്ബ നമ്മൾ സലാം പറഞ്ഞു, ഒരുപാട് ദുആ ചെയ്തു. പിന്നെ പള്ളിൻ്റെ ഉള്ളിൽ മാഷാ അല്ലാഹ് അന്നത്തെ ദിവസം തന്നെ എനിക്ക് എന്തായി, റൗള ഷെരീഫിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ അവിടേക്ക് 31 നമ്പർ ഗേറ്റാണെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും അന്ന് ആ പള്ളി അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാനും ഉമ്മച്ചിയും വെച്ച് പിടിച്ചു. ഒരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് പെട്ടെന്ന് ഇതൊക്കെ കിട്ടുക, കാണാൻ കിട്ടുക എന്നൊക്കെ പറയരുത്. കാരണം പെട്ടെന്ന് അവർ തിരക്ക് ഒഴിവാക്കും. ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ ആ ഒരു നബി പറഞ്ഞിട്ടുണ്ട്, ആയിഷ നിൻ്റെ വീടിൻ്റെയും ആ ഒരു മിമ്പറിൻ്റെ ഇടയിലാണ് സ്വർഗം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ട്. ആ കാണുന്ന മിമ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് നിസ്കരിക്കാനുള്ളൊരു ടൈം നുസ്ക ആപ്പ് വഴി നമുക്ക് തരും. അങ്ങനെ എനിക്കതല്ലാതെയും ഇവിടെ കാണാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തുനബീൻ്റെ ആ ഒരു പള്ളീൻ്റെ തൊട്ടപ്പുറം ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പള്ളികളുണ്ട്. ഓരോ പള്ളിക്കും ഓരോ പേരാണ്. കാർമേഘങ്ങൾ നബിക്ക് വേണ്ടിയിട്ട് ഇതാക്കി കൊടുത്തൊരു എന്തോ ഒരു ചരിത്രം അവിടെയുണ്ട്. അതായത് നബി പെരുന്നാളിനും അങ്ങനെ ഗ്രഹണ നമസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ജലീൽ ഉസ്താദിൻ്റെ കൂടെയായിരുന്നു. ഈ ഡ്രൈവ് ചെയ്യണതാണ് ജലീൽ ഉസ്താദ്. സൗദി പോയാൽ, നിങ്ങൾ മദീനത്ത് പോയാൽ ഉറപ്പായിട്ടും ജലീൽ ഉസ്താദിൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടണം. കാരണം ഉസ്താദ് നമുക്ക് പറഞ്ഞെന്ന കാര്യങ്ങൾ അത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കേട്ടിരുന്ന് പോകും. നമുക്ക് ആ ചരിത്രങ്ങൾ അത്രയും എന്താന്ന് പറയുക, അത്രയും ഉസ്താദ് എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ ഉറപ്പായിട്ട് മദീനത്ത് പോവുകയാണെങ്കിൽ എൻ്റെ ഈ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ മദീനത്ത് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉസ്താദ് കാണിച്ചു തരും. ഒരുപാട് ക്യാഷോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഉസ്താദ് അവരൊരു നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും എല്ലാം ഉസ്താദ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഉസ്താദ് ജലീൽ എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ഉസ്താദിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളും. ഇനി അവിടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉസ്താദ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഞങ്ങൾ ഖുറാൻ അച്ചടിക്കണ ആ പ്രസ്സിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഖുറാൻ ഫ്രീ ആയിട്ടും കിട്ടും. അപ്പോൾ മാഷാ അല്ലാഹ് അതൊക്കെ കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ. എനിക്ക് തോന്നണില്ല എല്ലാ ഗ്രൂപ്പുകാരും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും എന്നുള്ളത്. പക്ഷെ നമ്മളെ ഗ്രൂപ്പ് മാഷാ അല്ലാഹ് നമുക്ക് ഉസ്താദും കാര്യങ്ങളൊക്കെ അവിടേക്ക് നമ്മൾ എത്തിച്ചു. അങ്ങനെ ആ ഒരു ശ്രേഷ്ഠമായ സ്ഥലം, എവിടെ നിന്നാണ് ഖുറാൻ അച്ചടിച്ച് വരുന്നത്, അതെങ്ങനെ ആയിരിക്കും നമ്മളൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ആ ഒരു സ്ഥലം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം, എന്തോ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഏറ്റവും കണ്ണിന് കുളിർമയുള്ള, കണ്ണിന് കാണാൻ സൗന്ദര്യമുള്ളൊരു സ്ഥലം എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ അത് കണ്ടു. ഇത് കണ്ടപ്പോൾ ശരിക്കും ഇനിയും കാണാത്ത ആൾക്കാർ ഒരുപാട് പേര് വന്ന് കാണട്ടെ. അപ്പോൾ എന്തായാലും ഉസ്താദിനെ നിങ്ങളെല്ലാവരും വിളിക്കുക. മദീനത്ത് എത്തിക്കഴിഞ്ഞാൽ ഉസ്താദിനെ വിളിക്കുക. നിങ്ങൾ സൗദിയിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ മദീനത്ത് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളോട് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ ഖുറാൻ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഈ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്കും ചെറിയത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂയിക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്ക് കിട്ടിയപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും മാഷാ അല്ലാഹ് അവളെ കൈ കൊണ്ട് ആദ്യമായിട്ട് അവൾക്കൊരു ഖുറാൻ കിട്ടിയില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ഖുറാനും കിട്ടി. ഞാനതിന് ആദ്യമായിട്ട് എൻ്റെ ഖുറാനെ ഞാൻ ചുംബിച്ചു, മുത്തം കൊടുത്തു. കാരണം ആ ഒരു ഖുറാനിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സത്യമാണ്, സത്യം എന്നല്ല അതിലുപരിയാണ് അല്ലേ. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ജലീൽ ഉസ്താദ് എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോഴും അതിനോടനുബന്ധിച്ച എല്ലാ ചരിത്രങ്ങളും പറയും. ഇത് ഹന്തക്കിൻ്റെ ഭാഗമാണ് കേട്ടോ. ഹന്തക്ക് നടന്ന ആ ഒരു ഭാഗമാണ്. അവിടെ നബി സുജൂദ് ചെയ്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. നബീൻ്റെ കൈ പതിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് 1500 വർഷങ്ങൾക്ക് ശേഷം അവിടെ എപ്പോഴും ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ആ ഒരു അനുഭൂതി നമുക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം, അതേപോലെ തന്നെ ആ ഒരു മണം, സുഗന്ധമുള്ള മണം നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് കേട്ടോ മുത്തുനബിൻ്റെ കാൽപാദം. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ തൊട്ടു. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്തോ ഒരു ആ ഒരു എനിക്കറിയില്ല. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളത് അനുഭവിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം ലോപിച്ചിട്ടെന്നാ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇടവഴിക്ക് ഇടജ് എറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സിലായി. അബൂബക്കറിനെ നമ്മൾ ഔക്കർ എന്നറിയില്ലേ, അങ്ങനെ ലോപിച്ചതാണ് ഏർവാടിയിൽ ചരിത്രത്തിൽ കാണാം. അവിടെ എടുക്കാൻ വേണ്ടി വൈദ്യന്മാർ നിർദ്ദേശിച്ചപ്പോൾ ആദ്യം അവർ സമ്മതിച്ചില്ല. പിൽക്കാലത്ത് കാല് മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത്ര കാലം കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ നിസ്കാരത്തിലായിരിക്കും എൻ്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കാരത്തിലാണ് അവരെ കാല് മുറിക്കുന്നത്. നോക്കൂ, നമ്മളാ ഇത് ഉർവത്തുബ്നു സുബൈർ ഖാന്റെ പള്ളിയാണ് കേട്ടാ. പിൽക്കാലത്ത് വലുതാക്കിയതാണ്. അപ്പൊ വല മെത്താറാന്ന് സ്വലാത്ത് നിസ്കാരത്തിന് തൊട്ട് ഒരു ഇടർച്ച പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു പടക്കല് അതുപോലും ഉണ്ടായിട്ടില്ല.
ഇനി നമ്മൾ നിസ്കാരം കമ്പയർ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു എന്താ പറയുക എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നബി ജനാസ ആയ സമയത്ത് എന്താണ് നബിയെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്ത ആ ഒരു കിണറാണ്, അതായത് അതിലെ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലം അത് പൂട്ടിക്കിടക്കിയിരുന്നു ആ ഒരു ഭാഗം. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, ഞങ്ങൾ ചെന്ന അന്ന് തന്നെ അതിൻ്റെ തലേ ദിവസമാണ് ഇത്ര അത് ഓപ്പൺ ആയത്. അപ്പോൾ അതിലത്തെ വെള്ളമൊന്നും നമുക്ക് ഒരുപാട് അങ്ങോട്ട് കോരിക്കൊണ്ടുവരാനൊന്നും പറ്റൂല. വളരെ പരിമിതമായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കുടിക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്കത് എടുത്ത് കൊണ്ടുവരാനൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെ അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെ ഞങ്ങൾ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നട്ടുണ്ടാക്കിയ എത്രയോ ഈത്തപ്പഴങ്ങൾ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ആ ഒരു ഈത്തപ്പഴങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതല്ല, വേറെ വേറെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ കൊണ്ടുപോയി. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോണ സമയത്ത് നമുക്കിതൊന്നും കാണാനോ നമുക്ക് അറിയാനോ കഴിയൂല. അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരുപാട് ഇത് നമുക്ക് വീഡിയോയിലെല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എന്തായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങൾ മദീനത്തെ ലാസ്റ്റത്തെ ദിവസമാണ് ഈ കഴിഞ്ഞ നാളെ എന്ന് പറയുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ തങ്ങൾ, ഇതാണ് നമ്മൾ ജലീൽ ഉസ്താദ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ജലീൽ ഉസ്താദ് ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റണില്ല, അത്രയും ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉസ്താദിനെ സൗദിയിൽ എത്തിക്കഴിഞ്ഞാൽ വിളിക്കുക. മദീനത്തുള്ള ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകും. മദീനത്തെ അവസാനത്തെ ദിവസമായിരുന്നു അന്ന് രാത്രി. അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണവും കാര്യങ്ങളും എല്ലാവരും നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെല്ലാവരും പിരിയാണ്. അപ്പോൾ എല്ലാവരും പാടെ ഒരു ദുആവും കാര്യങ്ങളൊക്കെ ഉസ്താദ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും റൂമിൽ വരിക, നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യണം. എല്ലാവരും യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരും ബസ്സിൽ പോകുന്ന ആൾക്കാരും നല്ലൊരു ടീം തന്നെയായിരുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഞങ്ങളെ തങ്ങളിനോടും അതേപോലെ തന്നെ ജലീൽ ഉസ്താദിനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അൽബയാൻ ട്രാവൽസിനോടും അതേപോലെ തന്നെ ഇക്കാമ ട്രാവൽസിനോടും പിന്നെ ഞങ്ങളെ തങ്ങളോടും. അപ്പോൾ എനിക്ക് നുസ്ക ആപ്പിൽ കിട്ടിയ ദിവസം പോകണീൻ്റെ അന്ന് രാവിലെയാണ്. 37 നമ്പർ ഗേറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് റൗള ഷെരീഫിൻ്റെ അവിടേക്ക് നമുക്ക് പോകാൻ കഴിയട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാം. പിന്നെ അതേപോലെ ഞാൻ ആ പറഞ്ഞ മിമ്പറിൻ്റെ അവിടെ നിന്ന് നമുക്ക് നിസ്കരിക്കാനും കഴിയും. അപ്പോൾ മാഷാ അല്ലാഹ് ഒരുപാട് കാത്തിരുന്നു. 1, 2, 3 റൗണ്ടൊക്കെ ചുറ്റിയിട്ടാണ് ഞാൻ അതിൻ്റെ അവിടേക്ക് എത്തിയത്. അങ്ങനെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷം തന്നെ പറയാം. അങ്ങനെ ഇന്നത്തോടു കൂടി ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. സന്തോഷം, സങ്കടം, അതേപോലെ തന്നെ ഇനിയും വരാൻ പടച്ചോൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു പച്ചക്കുബ്ബ നോക്കിയിരിക്കാൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം റബ്ബ് തരട്ടെ. കാണാനുള്ള ഇതെല്ലാവർക്കും റബ്ബ് തരട്ടെ. അങ്ങനെ മുത്തുനബിയോട് സലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങളിതാ പോകാൻ റെഡിയാവുകയാണ്. ഞങ്ങളെ ഫ്ലൈറ്റ് രാത്രി 10 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ 3-4 ആൾക്കാരാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. റെഡിയായി. അങ്ങനെ എന്താ പറയുക, ഞാനും ഉമ്മച്ചി ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇനി ഇവിടുന്ന് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. എത്രയും പെട്ടെന്ന് തിരിച്ച് വരണം. പിന്നെ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കൂടെ എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഉമ്മച്ചിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കാൻ പറ്റിയൊരു 10 ദിവസം തന്നെ പറയാം. കാരണം അല്ലാത്ത ദിവസങ്ങൾ വർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ട് കൂടുതൽ സംസാരിക്കാനോ പഠിക്കാനോ സമയമൊന്നും കിട്ടലില്ല. പക്ഷെ ആ ഒരു 10 ദിവസം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമാണ് ഞാനും ഉമ്മച്ചി സൂഹി എന്ന് പറയുന്നത്. ഞങ്ങളുടെ മാത്രം ഒരു ലോകം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങളങ്ങനെ വീട്ടിൽ എത്തി, സേഫായി എത്തി. എല്ലാ കാര്യങ്ങളും റാഹത്തായി അൽഹംദുലില്ലാ. എത്രയും പെട്ടെന്ന് പടച്ച റബ്ബ് എല്ലാവർക്കും അവിടെ പോയി ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. നിങ്ങളുടെ എല്ലാവരെയും ദുആയിലും ഞങ്ങളെ ഉൾപ്പെടുത്തുക. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും പടച്ചോൻ നല്ലത് മാത്രം വരുത്തട്ടെ.